സിൽവർ ഹിൽസ് സ്കൂളിലെ തുടക്കകാലം മുതൽ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ച ശേഷം ഇത്രയും വർഷത്തെ അനുഭവങ്ങളും പ്രത്യേകിച്ചുള്ള ഓർമ്മകളും ഒന്ന് പങ്കിടുമോ? PV തോമസ്, 93 years. സിൽവർ ഹിൽസിൽ ഞാൻ ഇതിൻ്റെ ഹെഡ് മാനേജറുണ്ട്, എൻ്റെ ഹെഡ് അങ്ങനെ തന്നെ വിളിച്ചു, ഡ്രൈവർ ഇൻ്റർവ്യൂ കഴിച്ചു, അങ്ങനെ ചേർന്നു. പിന്നെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്കൂൾ തുടങ്ങണത്. ഫാദർ ജെയിംസ് പള്ളി അവരുടെ പ്രൊവിൻഷ്യലുമായിരുന്നു, ഹെഡായിരുന്നു. ഞാൻ പല പണി ചെയ്തിരുന്നു, അപ്പം അതിനൊക്കെ അഡീഷണൽ ആയിട്ട് അച്ഛൻ തരും. ഈ വൈൻ ഉണ്ടാക്കിയിരുന്നു, ഈ പള്ളികളിൽ കുർബാനയ്ക്ക് വൈൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് 3 ഡിസ്ട്രിക്റ്റിനുള്ളത് ഇവിടെ കൊടുക്കണം, അങ്ങനെ ലൈസൻസ് കിട്ടിയത്. ലൈസൻസ് ഇത് സുറിയാനി, ലാറ്റിൻ, പിന്നെ മാർത്തോമ, നമ്മളെല്ലാവർക്കും കൊടുക്കണം. ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ. പിന്നെ അന്ന് ഇവിടെ ഒന്നും അങ്ങനെ ആളില്ല സാർ, ഇവിടെ ഈ ഭാഗത്ത് ആരുമില്ല. പറമ്പിൽ സാറ്, പറമ്പിൽ, കോഴിക്കോട് പറമ്പിൽ സാറ്. അത് ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴി തന്നെ. പൂളക്കടവിൽ പാലിട്ട് ഞാൻ പോക്കലും താമസം ഇവിടെയും ജോലി അവിടെയാണല്ലോ. അല്ലല്ല, അതിൻ്റെ മുകളിൽ ആ പൂളക്കടവ് അക്കരെ. ഇവിടെയാണ് സ്റ്റാർട്ടിങ്, ഈ മൗണ്ടിലായിരുന്നു. സെൻറ് തോമസ് മൗണ്ട് നേഴ്സറി ആയിട്ട് തുടങ്ങി, പിന്നെ അതങ്ങ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ വലിയ സ്കൂളായി. ഞാനിപ്പോൾ ഒരു തുടങ്ങിയ കാലത്തോട്ട് ഇപ്പോൾ ഒരു 3 വർഷം പിരിഞ്ഞിട്ട്. ഓ, സെൻറ് തോമസ് പ്രസ്. അവിടെ എനിക്ക് ജോലി ഉണ്ടായിട്ടില്ല. ഇവിടെ ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് സാർ. അപ്പോൾ അതിന് വേണ്ട സാധനമൊക്കെ എടുക്കാൻ ഇവിടുത്തെ വണ്ടി കൊണ്ടുപോകും. പ്രസ്സും അവർ തന്നെ. അപ്പോൾ അത് ഡ്രൈവറായിട്ട് ഞാൻ അതിൽ പോകും. അല്ല, വണ്ടി അന്ന് പ്രൊവിൻഷ്യലിൻ്റെ അന്ന് സ്കൂളിന് വണ്ടിയില്ല. സ്കൂളിൻ്റെ പേരുണ്ട്, നല്ലാണ്ട് സ്കൂളായിട്ടില്ല, സ്കൂളിന് വണ്ടിയായിട്ടില്ല. ആദ്യകാലത്ത് ഞാനൊക്കെ ഉള്ള കാലത്ത് ഒരു വാൻ, പിന്നെ അത് പുറത്തുനിന്നൊക്കെ വണ്ടികൾ വരും. പിന്നെ അങ്ങനെ ഇവിടെ കുട്ടികൾ കൂടിയപ്പോൾ നമ്മുടെ വണ്ടി പറ്റാണ്ടായി. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ 2 ട്രിപ്പ് എടുക്കണം. ഒരു ട്രിപ്പ് സ്കൂളത് 8 മണി അല്ലേ, 9 മണി, 9 മണി തൊട്ട് 3:30 വരെ, അങ്ങനെയാണ്. 3:30 വരെ. അത് DCM ടയോട്ട. അത് ടെമ്പോ വാൻ എന്നാണ് പറയുക, ടെമ്പോ ബജാജിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ബസ് പോകുന്നത്, മെറ്റഡോർ. 16 സീറ്റ് നല്ല ബസ്. അതെ, ഹിന്ദുസ്ഥാൻ ഓട്ടോമൊബൈൽ. അയാൾ മരിച്ചുപോയി. അമ്പോ, അതിക്ക് മുമ്പ് തന്നെ അയാൾ അംബാസഡറിൻ്റെ കമ്പനിയിലെ ഫോർമാനായിരുന്നു, കല്ലായിൽ. അങ്ങനെ ഫോർമാനായിരുന്നു അത് മോട്ടോർ. പിന്നെ അയാൾ അതിൻ്റെ സ്വന്തം ഏജൻസി എടുത്തു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ. അപ്പം അന്നേ തൊട്ട് പരിചയമുണ്ട് അയാളെ. അതെ, അന്ന് കുട്ടികൾ 50 സീറ്റ് 54 സീറ്റൊക്കെ ആയിരിക്കും, പക്ഷെ കയറുമ്പോൾ ഒരു 80-70 വരും. 1-5 ആദ്യം തുടങ്ങിയ. അതെ, പിന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട്. ജോസഫ് ഡൊമിനിക്. അയാൾ ഫാമിലിയായിട്ട് കൊടുത്താണ്, കല്യാണം കഴിച്ച പ്രായമുള്ള ആളാണ്. അയാൾ മരിച്ചുപോയി, കാവോ മരിച്ചുപോയി. എത്ര പ്രിൻസിപ്പൽമാരെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഓർമ്മയുള്ള പേരുകൾ മാത്രം പറഞ്ഞാൽ. ഡൊമിനിക്ക് ഒന്നാണ്. പിന്നെ അച്ഛന്മാരൊക്കെയാണ്. കൊളംബസ്. അദ്ദേഹം വളരെ വർഷം ഉണ്ടായിരുന്നു കൊളംബസ്. കുറച്ച് 2-3-4 വർഷമുണ്ട്. ഇഷ്ടത്തോര് വടക്കാൻ. എവിടെയായിരുന്നു അദ്ദേഹം മുന്നേ? ദേവേരിയിലായിരുന്നു, കോളേജിൽ. അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു. റിട്ടയർഡായപ്പോഴുണ്ട് അങ്ങോട്ട്. അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, രണ്ടും മിശ്രമാണ്. പല ജാതിയുള്ള മനുഷ്യരായിരുന്നു. ചില ദേഷ്യം കൂടും. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴേക്കും അരിശം വരും, ചോദിക്കാൻ വരും. അത് അതിൻ്റെ അച്ഛന്മാർ അത് ഇവിടെ ഈ JDTയിലെ മാനേജറുടെ മക്കളായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ചോദ്യം ചെയ്യും. അവർ നമ്മളെ കളിയാക്കിയെന്നോ ചുരുത്തുന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻ്റൊക്കെ വരാറുണ്ട്. അതപ്പം തന്നെ അത് പറഞ്ഞു തീർത്താൽ വിടുകയും ചെയ്യും. വലിയൊരു മെയിൻ കംപ്ലയിൻ്റായിട്ട് വരാറില്ല.
അല്ലെങ്കിൽ താമസിച്ചു. ഒരു ലിമിറ്റുണ്ട് ഈ വണ്ടിക്ക്. ഇത്ര മണിക്ക് കൊടുത്താൽ ഇത്ര മണിക്ക് ഇവിടെ എത്തണം, അത് കറക്റ്റാണ്. അതല്ലെങ്കിൽ പിന്നെ എടുക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു 4-5 വരുമെന്ന് പറഞ്ഞാൽ 4-10 വരെ നിൽക്കും. 4-5 കറക്റ്റ് അവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഓടിയെത്തണ്ടേ. എത്ര സ്റ്റോപ്പ് ഉണ്ടാവും സാർ? അവ നിർത്തിയിട്ട് വന്നില്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് പോരും. അപ്പോൾ ഇവിടെ കംപ്ലയിൻറ്റ് വരും. അല്ല, അത് അവർ കൊണ്ടാക്കും. നമുക്കൊരു ടൈം വന്നാൽ അതിനൊരു 5 മിനിറ്റ് ഓടി നമുക്ക് കൂടുതൽ നിർത്തും. അപ്പോൾ നമ്മൾ കൂടുതൽ ചവിട്ടണം. രണ്ടും ഉണ്ട്. റിട്ടനും ഉണ്ട്, കൊണ്ടുവരലും ഉണ്ട്, കൊണ്ടുപോകലും ഉണ്ട്. 7:45 വണ്ടി എടുക്കും. ഇവിടെ ടൈം ലാസ്റ്റ് 9:30 അല്ലേ? 8:45. ബാക്കി ഇങ്ങനെ 2 ട്രിപ്പ് എടുക്കണമെന്ന്. ഒരു 5 മണിയൊക്കെ പോകും. ഈ സ്കൂളിന് വേണ്ടി പേരിലുള്ള ഓടുന്ന വണ്ടിയാണ്. അല്ല, എക്സ്കർഷനൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ പോകും. അതുണ്ടാവും. പോയി പല സ്ഥലത്ത്. കടലുണ്ടി ഒരു ഹൗസ് ഉണ്ട്, അവിടെ പോയിട്ടുണ്ട്. കടലുണ്ടിലെ ആ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ഹൗസ് ഉണ്ട്, സെൻട്രൽ കാണാം. ഒരു കുരിശിൻ്റെ ഒരു അത് ഇവരെ ഹൗസാണ്. ഈ CMIക്കാരുടെ ആണ്. പക്ഷെ CMIക്കാരെ ആണെങ്കിലും അത് പ്രോവിൻസ് വേറെ. ഇവർക്ക് ഏരിയയും ബൗണ്ടറിയൊക്കെ ഉണ്ട്. അല്ല, അത് കല്ലായിക്ക് അപ്പുറം, പാലത്തിനപ്പുറം തൃശ്ശൂർക്കാരതാണ്. തൃശ്ശൂർ പോലീസിൻ്റെ ആണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അത് ഇവർക്കൊരു ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് പൊള്ളേകാൽ ചാമ്പ്രാജ് വരെയുണ്ട്. ഇവിടെ തന്നെ, ഇത് കോഴിക്കോട് തന്നെ. പൊള്ളേകാൽ ചാമ്പ്രാജ്, മൈസൂർ അത് അവിടം വരെ ഉണ്ട്. നഞ്ചങ്കോട് വരെ. നഞ്ചങ്കോട് അപ്പുറം തൃശ്ശൂരാണ്. തൃശ്ശൂർ പോലീസിന്. ഇത് പോലീസിൽ നിന്ന് അവിടെ സ്വന്തമായിട്ടല്ല, ഒരു ബൗണ്ടറി ഇരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. വേറെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. തൃശ്ശാപ്പള്ളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എക്സ്കർഷൻ പോകുന്നത് 4 തൊട്ടായിരിക്കും. അതിനുള്ള മറ്റേ ചെറുതായിരിക്കില്ല. 4 തൊട്ട് വന്ന് എത്ര പേര് ഉണ്ടെന്ന് 8-9 ആണോ എനിക്ക് ഓർമ്മയില്ല. അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടാവും. അത് ഒരു ബസ്സാണെങ്കിൽ ഒരു 35-40 കുട്ടികളുണ്ടാവും. ഈ ടെമ്പോ ആണെങ്കിൽ ഒരു 20-25 ഉണ്ടാവും. ചെറിയ കുട്ടികളാകുമ്പോൾ അതാ പിയൂണുണ്ടാവും. പിന്നെ അച്ഛന്മാരാരെങ്കിലും ഒരാളുണ്ടാവും. പിന്നെ പിയൂണായിട്ടുള്ള ആരെന്ന് വെച്ചാൽ ആളും ഉണ്ടാവും. ഇറക്കാനും പിടിക്കാനും കൊണ്ടു നടക്കാനൊക്കെ വേണമല്ലോ. പൊള്ളേകാല് വഴി അങ്ങോട്ട് പോയാൽ ചാമ്പ്രാജ് ഇക്കരയാണ്. ആ പുഴയ്ക്ക് അക്കരെ പാടില്ല, ചാമ്പ്രാജ് വരെ പോകുന്നത്. അവിടെ ഒരു വലിയൊരു ഡാമുണ്ട്. ആ ഡാം കാണാൻ പോയതാണ്. ഇപ്പോഴത്തെ ഒരു വലിയ കുന്നാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊരു പ്രാവശ്യം പോയപ്പോൾ ഉടുമ്പ് കയറി വരുന്നു ആ ഡാമിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി. പിന്നെ എടുക്കാൻ ചെന്നപ്പോഴേക്കും അവ എന്നെ വഴിക്ക് പോയി. അതാണ് ഉടുമ്പിൻ്റെ കഥ. അത് ഈ പ്രോവിൻസിൻ്റെ ഏരിയ എവിടം വരെ ഉണ്ടെന്ന് അറിയാൻ, ബൗണ്ടറി എവിടം വരെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ പോയതാണ്. വെറും കുന്നും മുട്ടക്കുന്നൊക്കെയാണ്. ഇത് താഴെ വലിയ ഡാമാണ്. ആ ഡാമിൽ നിന്ന് കയറി വരുന്ന ഈ ഉടുമ്പ്, പോത്തനുടുമ്പ്. അപ്പോൾ ഞാനിങ്ങനെ കൊല്ലാന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വയ്ക്കും. ഞാൻ വണ്ടി നിർത്തിയാൽ ചിലപ്പോൾ അതൊരു മുൾച്ചെടിയുണ്ട്. ആ മുഴുവൻ ഈ മുൾച്ചെടിയാണ്, കൈയിടാൻ പറ്റില്ല. അത് അതിൻ്റെ ഉള്ളിലേക്കാണ്ട് പോയി. പിന്നെ നോക്കാൻ പോയില്ല, അങ്ങനെ പോകുന്നു. വണ്ടിയിലോ? സ്കൂളിലൊന്നൊരു ആദ്യമൊക്കെ ഒരു 150 അല്ലേ. JDT അസനാജിയുടെ മക്കളൊക്കെ അവിടെ പഠിച്ചതാണ്. അങ്ങനെ പല വലിയ ആൾക്കാരിലേക്ക് അവരിപ്പോൾ വലിയ പൊസിഷനിൽ എത്തിയവരൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരാണ്. നമ്മളറിയില്ല, അവർ കണ്ടു ചോദിക്കുമ്പോൾ നമ്മളറിയില്ല. PT ഉണ്ടെന്ന് ഇല്ല. രാമകൃഷ്ണൻ PT ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രൈവർക്ക് അത്രയാണ് കടഞ്ഞു ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അല്ല, സ്കൂളിൽ തുടങ്ങി ഒരു 3 കൊല്ലം കഴിയുമ്പോൾ PT ഒക്കെ ആയി തുടങ്ങി. ഞാൻ എൻ്റെ ഓർമ്മ. ഒരു കൂട്ടർ വന്ന് പറഞ്ഞ് നിർത്താൻ, നമുക്ക് വേണ്ട, ആവശ്യമില്ല എന്ന് പറയും. അച്ഛന്മാർ തന്നെ. അച്ഛനുണ്ടല്ലോ, ഓരോ തല്ലി കൊന്ന അച്ഛനും മോനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേ, അത് വേണ്ട, നമുക്ക് എന്തിനാ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. പല കേസുകളൊക്കെ വരും. കേസുകൾ പറഞ്ഞാൽ കുട്ടിയെ ഒന്ന് അങ്ങനെ പിടിച്ചപ്പോൾ അങ്ങടെ ആയി, അല്ലെങ്കിൽ ഇങ്ങടായി, സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ തള്ളി പിച്ചി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റുകൾ വരും. അപ്പോൾ അതൊരു പുലിവാലായില്ലേ. അത് അച്ഛന്മാർ ഡിസ്കസ് ചെയ്ത് തീർക്കണ്ടേ.
ഈ സ്കൂളിലെ ഏരിയയിലെ മാനേജർ എന്ന് പറഞ്ഞാൽ അസനാജി, അയാൾ വലിയ JDT. ഇൻ്റർനാഷണൽ വലിയ ഒരാളാണ്. അതെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അയാളൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ വന്ന് വെറുപ്പായി ഇവർക്ക് എന്തെങ്കിലും നടത്തിയിട്ടുള്ള കാര്യമെന്നായി അങ്ങനെ നിർത്താമെന്ന് വെച്ചത്. പിന്നെ ഒരാളെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് നടത്തുന്നത് അവനൊരാളൊന്നും അടിച്ചു കയറി ആരാ പറഞ്ഞു ഓർമ്മയുണ്ടോ? അത് കൃത്യം ഓർമ്മയില്ല. അതങ്ങനെ രമ്യമായി പരിഹരിച്ചു. അത് ചോദിച്ചു നടത്താൻ തന്നെ അതെല്ലാം അങ്ങനെ തന്നെ, കുഴപ്പത്തിലൊന്നും ഉണ്ടാവില്ല. ആദ്യം ഈ നമ്മളോട് വണ്ടി കയറണമെങ്കിൽ നമ്മുടെ അടുത്ത് വരും കംപ്ലയിൻറ്റ്, അവൻ്റെ വണ്ടിയിൽ സഹായിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ കയ്യിലും കംപ്ലയിൻറ്റ് ചെയ്യും. നിർത്തിയത് കുട്ടി കയറണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പലതും ഉണ്ടല്ലോ സാർ. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കംപ്ലയിൻ്റ് ആയിട്ട് വരും. എല്ലാ ജാതി മതസ്ഥരിലും എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ജാതിയും ഉണ്ടായിരുന്നു, എല്ലാ എല്ലാ മതത്തിലും ഉണ്ടായിരുന്നു. മുസ്ലിംസും ഹരിജൻസും അങ്ങനെ എല്ലാ ഇവരുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ക്രിസ്ത്യൻ മൊത്തത്തിൽ കുറവാണ്, കുറച്ച് ശതമാനമേ ഉള്ളൂ. ബാക്കി മുസ്ലിമും ഹിന്ദുസും എല്ലാ ഹരിജൻസും ഉണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ ഈ ക്യാൻറ്റീൻ അങ്ങനത്തെ വല്ല വകുപ്പുണ്ടോ? ക്യാൻറ്റീൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ബോർഡിംഗ് ആയിട്ട് തുടങ്ങി. ബോർഡിംഗ് ഉണ്ട്. ബോർഡിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം അതാ സ്കൂൾ തുടങ്ങിയ തന്നെ ഇതിൻ്റെ താഴെ 2 നിലയാണത്. അപ്പോൾ അടിയിൽ ബോർഡിങ്. അത് ആൺകുട്ടിയൊക്കെ അതൊക്കെ മിക്സറാണ്. അല്ല, ആൺകുട്ടികൾ പെൺകുട്ടികൾ രണ്ടോട്ടും കൊണ്ട് അത് നോക്കാൻ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും, പെൺകുട്ടികളെ നോക്കാനേ. അപ്പോൾ അവർക്ക് ഭക്ഷണം വേണ്ടേ? അവർ മട അവിടെ അടുത്താണ്, തൊട്ടടുത്ത്, അവിടെ ഒന്ന് പോയി കഴിച്ചോളൂ. അല്ലാതെ ക്യാൻറ്റീൻ ആയിട്ടില്ല. ഇല്ല, ആ ക്യാൻറ്റീൻ അവിടെ ഉണ്ടായിട്ടില്ല. അത് സ്കൂൾ വലിയതായിട്ടും ക്യാൻറ്റീൻ ഇല്ല. അതിനുള്ള ബുദ്ധിമുട്ടാണത്, പല പ്രശ്നങ്ങൾ വരും അതിൻ്റെ അകത്ത്. അപ്പം അതുകൊണ്ട് അതുണ്ടാക്കിയിട്ടില്ല. തോമസ് ഏട്ടന് പ്രത്യേകിച്ച് ഓർമ്മയുള്ള പ്രിൻസിപ്പൽമാരോ അധ്യാപകരോ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചും കുറച്ച് വാക്കുകൾ പറയുക. വർക്കി ടീച്ചർ തുടങ്ങിയ കാലത്ത് അവർ പ്രിൻസിപ്പളായിരുന്നു. പ്രിൻസിപ്പളല്ല, അതെ, അവർക്ക് നല്ല ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അവർ നല്ല ഒരു ഓർഡറിൽ നടത്തുക, കർശന നിയമങ്ങളാണ്. നമ്മളോടായാലും ഡ്യൂട്ടി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു നിർബന്ധമുള്ള ഫ്രീ ആയിരുന്നു. എല്ലാം സാധാരണക്കാരൻ. ഒക്കെ മാരേജ് കഴിച്ചിട്ടില്ല, പാലക്കാരിയാണ്. കല്യാണം പ്രായമുണ്ട് ലക്ഷം. അപ്പോൾ നല്ല സ്കൂളിൽ എവിടെയൊക്കെ ഇരുന്നിട്ട് നല്ല അറിവുണ്ട്, നോളേജുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ പെരുമാറും. കുട്ടികളൊക്കെ എന്തെങ്കിലും എത്തിയാന്ന് വെച്ചാൽ വിടൂല, നല്ല സ്റ്റഡി ആയിരിക്കും ഒരു കാര്യം. അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ്, അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണല്ലോ, അതിന് മെയിനായിട്ടുള്ള ഇംഗ്ലീഷാണ്. ഇല്ല, മരിച്ചു കാണും. പ്രായമുണ്ടായിരുന്നു, മാരേജ് കഴിച്ചിട്ടില്ല. പിന്നെ പൈസ ഉള്ള ടീമാണ്. പാല. പിന്നെ ഡൊമിനിക് സാറുണ്ട്, അതൊരു അതെ പ്രിൻസിപ്പളായിരുന്നു. വിഷയം ഹെഡ് മാസ്റ്റർ സ്ഥാനം ദേശം ഒരു ജാടകാരൻ, അങ്ങനത്തെ ഒരാളായിരുന്നു. ഇല്ല, ഇപ്പം മരിച്ചു പറ്റില്ല. ഇല്ല ഉണ്ടാവില്ല, കുറേ കാലമായി. അന്ന് തന്നെ അതിന് പ്രായമുണ്ട്. JDT ഹൗസിലേക്ക് താമസിച്ചിരുന്നു. JDT തന്നെ ഹൗസുകളുണ്ടായിരുന്നു. പിന്നെ ഈ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് നമ്മുടെ സാധാരണക്കാർ നടത്തില്ല, അച്ഛനല്ല, പിന്നെ മറ്റു മതക്കാരല്ലാത്ത അവരുടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും പലരും. ഇവിടെ അങ്ങനെയൊന്നും നടക്കില്ല. അതുകൊണ്ട് അപ്പോൾ ഗെറ്റ് ഔട്ട്. അത് ഡിസിപ്ലിനാണ്. ഈ വർക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഏബിളായിരുന്നു. ഏത് കാര്യത്തിലുള്ള ഒരു ഇഞ്ചിന് വിടില്ല, അത്ര എന്തോ ഒന്നും വരില്ല. ഒരു സമരം ഉണ്ടാകും അവിടെ, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. സമരം ഉണ്ടാക്കാം, അവിടെ അതിനുള്ളൊരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ബന്ധമായിരുന്നു എല്ലാവരായിട്ടും, ഒരാളായിട്ടും അങ്ങനെ ഒരു ഇതായിട്ട് ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഒരു പ്രശ്നമുണ്ടായി, ബാലമന്ദിരം ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ പോകുമ്പോഴേ ഒരു പ്രശ്നം ഉണ്ടായത്, ഒരു വീതി കുറഞ്ഞ വഴിയാണ്, ഒരു വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പോലീസ് വണ്ടി ഇങ്ങോട്ട് വന്നു, ഈ പിടിക്കുന്ന കുട്ടികളെ കൊണ്ടുവരുന്നത്. അവിടെ വന്നപ്പോൾ ഒരു 2 അടിയോട് മാറ്റി ഞങ്ങൾക്കവിടെ പോവുക. അവർ വാശി പിടിച്ച് അവിടെ നിന്ന്. ഞങ്ങൾ എവിടം വരെ റിവേഴ്സ് ചെയ്യണമെന്നറിയാം, ഹൗസ് വരെ റിവേഴ്സ് ചെയ്യണം, അത് ഇങ്ങനെ പോകണം. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ
പിറ്റേ ദിവസം ഇവനായിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പറ്റില്ല, ഈ റോഡിലൊക്കെ പൊടി പറക്കുകയാണ്, അതുകൊണ്ട് വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞു. ആടി വന്നു. ഇന്ന് ചൂടാണ് അതിൻ്റെ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ അല്ല ആ കുട്ടിയുടെ അമ്മയുടെ സൂപ്രണ്ട് എവിടുത്തെ സൂപ്രണ്ട്? ജെ ഡി ബാലമന്ദിരത്തിൻ്റെ ഗവൺമെൻറ്